आज की हिंदी कक्षा में सबको स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദി വ്യാകരൺ, ഹിന്ദി ഗ്രാമർ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ക്രിയാവിശേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നാം സംബന്ധബോധക്, ഇംഗ്ലീഷിൽ ഇതിനെ പ്രിപ്പോസിഷൻ എന്ന് പറയും. നമുക്കറിയാം, നമ്മൾ തുടക്ക ക്ലാസ്സിൽ പഠിച്ചതാണ് रूपांतर के आधार पर शब्द के दो भेद हैं, विकारी और अविकारी. അതുപോലെ തന്നെ प्रयोग के आधार पर शब्द के 8 भेद हैं, संज्ञा, सर्वनाम, विशेषण, क्रिया, क्रिया विशेषण, संबंध बोधक, समुच्चय बोधक और വിസ്മയാദി ബോധക. അതിൽ സംജ്ഞ, സർവനാം, വിശേഷൺ, ക്രിയ ഇതൊക്കെ വികാരി ശബ്ദങ്ങളാണ്. ലിംഗ്, വചൻ, कारक, पुरुष के कारण शब्दों में परिवर्तन होते हैं. അതിനുശേഷം വരുന്നതാണ് ക്രിയാവിശേഷൻ, സംബന്ധ ബോധക്, സമുച്ചയ ബോധക്, വിസ്മയാദി ബോധക്. ഈ 4 എണ്ണം അവികാരി ശബ്ദങ്ങളാണ്. അതായത് ലിംഗ്, വചൻ, कारक, पुरुष के कारण परिवर्तन नहीं होता. അപ്പോൾ എന്താണ് സംബന്ധ ബോധക് എന്ന് നമുക്ക് നോക്കാം. संबंध बोधक जो अविकारी शब्द संज्ञा सर्वनाम के बाद आकर वाक्य के दूसरे शब्दों के साथ संबंध बताए उसे संबंध बोधक कहते हैं. ഇതൊരു അവികാരി ശബ്ദമാണ്. അതായത് ലിംഗ്, വചൻ, कारक, पुरुष के कारण शब्दों में परिवर्तन नहीं होता. അതുപോലെ തന്നെ നൗണിനും പ്രൊനൗണിനും ശേഷം വന്നിട്ട് വാക്യത്തിലെ മറ്റ് ശബ്ദങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നു. വാക്യത്തിലെ മറ്റ് ശബ്ദങ്ങൾ കൂടെ ബന്ധം സ്ഥാപിക്കുന്നു. അതിനെയാണ് സംബന്ധ ബോധകം എന്ന് പറയുന്നത്. സംബന്ധ സ്ഥാപിത കർത്താ ഹെ, ऐसे शब्दों को संबंध बोधक कहते हैं. അങ്ങനെ നമുക്ക് ചുരുക്കി പറയാം. एक अविकारी शब्द है, वाक्य के दूसरे शब्दों के साथ संबंध स्थापित करता है, उसे संबंध बोधक कहते हैं. ഉദാഹരണം के लिए ഇവിടെ 3 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് घर के पास नदी है, വീടിൻ്റെ അടുത്ത് നദിയുണ്ട്. അപ്പോൾ വീടിനെയും നദിയെയും അവിടെ ബന്ധിപ്പിക്കാൻ സഹായിച്ചത് കെ പാസ് എന്ന് പറയുന്ന ശബ്ദങ്ങളാണ്. അപ്പോൾ അതാണ് സംബന്ധ ബോധക്. ഈ കെ എന്ന് പറയുന്നത് വിഭക്തിയാണ്, വിഭക്തി പ്രത്യയമാണ്. സംബന്ധ ബോധക് അതിന് ശേഷമാണ് വന്നിരിക്കുന്നത്. ഈ പാസ് എന്ന് പറയുന്നതാണ് സംബന്ധ ബോധക്. കെ പാസ് നമ്മൾ ഒരുമിച്ചാണ് പറയുക. സംബന്ധ ബോധക് എടുത്ത് എഴുതാൻ പറഞ്ഞാൽ കെ പാസ് എന്നതാണ് നമ്മൾ എടുത്ത് എഴുതുക. അതുപോലെ നദി കെ കിനാരെ ജംഗിൾ ഹെ, നദിയുടെ തീരത്ത് ജംഗിൾ, കാടുണ്ട്. അപ്പോൾ കെ കിനാരെയാണ് അവിടെ സംബന്ധ ബോധക്. കാരണം നദി അതുപോലെ ജംഗിളിനെയും ബന്ധിപ്പിക്കാൻ സഹായിച്ചത് അവിടെ കെ കിനാരെ എന്ന് പറയുന്ന സംബന്ധ ബോധക് വന്നത് കാരണമാണ്. അതുപോലെ സ്കൂൾ കെ സാമനെ മൈതാൻ ഹെ, സ്കൂളിന് മുമ്പിലായിട്ട് മൈതാനമുണ്ട്. അപ്പോൾ അതിനകത്ത് കെ സാമനെയാണ് സംബന്ധ ബോധക്. ഇതുകൂടാതെ കുറേ ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ പറയാം. മേരെ ഘർ കെ പാസ് മന്ദിർ ഹെ, അപ്പോൾ കെ പാസ് ആണ് അവിടെ സംബന്ധ ബോധക്. മേരെ വിദ്യാലയ കെ സാമനെ ഖേൽ കാ മൈതാൻ ഹെ, കെ സാമനെ. അതുപോലെ ബസ്തെ കെ അന്തർ കിതാബ് ഹേ, അപ്പോൾ കെ അന്തർ. അടുത്തത് പ്രयोग के अनुसार संबंध बोधक के भेद. പ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തി സംബന്ധ ബോധകനെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സംബദ്ധും അനുബദ്ധും. മാറിപ്പോകരുത് ഇവിടുത്തെ സ്പെല്ലിംഗ്. സംബദ്ധ്, അതിനകത്ത് ന എന്ന് പറയുന്ന അക്ഷരം ഇല്ല. മറ്റേത് സംബന്ധ്, അതിനകത്ത് ന അക്ഷരത്തോടു കൂടിയാണ് നമ്മൾ സംബന്ധ് എന്ന് പറയുന്നത്. ഇത് സംബദ്ധാണ്. സംബന്ധിൻ്റെ ഭേദങ്ങളിലൊന്നാണ് സബദ്ധും അനുബദ്ധും. ഇനി എന്താണ് സംബദ്ധ് അതുപോലെ അനുബദ്ധ് എന്ന് നമുക്ക് നോക്കാം. സംബന്ധ് जो संबंध बोधक अव्यय विभक्तियों के आगे प्रयुक्त होते हैं वे संबंध बोधक अव्यय कहलाते हैं. അതായത് ഇത് വിഭക്തിക്ക് മുന്നേ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്.
വിഭക്തിയുടെ മുന്നിലായിട്ടാണിത് വരുന്നത്. അപ്രകാരമുള്ള സംബന്ധബോധക അവ്യയമാണ് സംബന്ധബോധക അവ്യയം. ഉദാഹരണം കൊടുത്ത് നോക്കാം. റാം കെ പാസ് കുച്ച് ഭി നഹീ. അവിടെ കെ പാസാണ് സംബന്ധബോധകം അല്ലേ. അതായത് കെ എന്ന് പറയുന്ന വിഭക്തിക്ക് മുന്നിലായിട്ടാണ് സംബന്ധബോധകമായ പാസ് അവിടെ വന്നിരിക്കുന്നത്. ഇസ്കെ സിവ തും कर ही क्या सकते हो. इन वाक्यों में के पास और के सिवा संबद्ध संबंध बोधक है. इनके अतिरिक्त ഇത് കൂടാതെ के ऊपर, के नीचे, के भीतर, के उपरांत, के पीछे, के सिवा, के अनुसार, के योग्य, की अपेक्षा, की जगह, की खातिर, की तरफ, की तरह, से परे, से रहित आदि भी संबंध ബോധകയ്ക്ക് ഉദാഹരണമാണ്. ഈ പറഞ്ഞതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അത് വാക്യത്തിൽ ഉപയോഗിക്കുമ്പോൾ മേസ് കെ ഉപ്പർ അല്ലേ, മേസ് കെ നീച്ചെ, ഘർ കെ ഭീത്തർ എന്നൊക്കെ നമ്മൾ വാക്യത്തിൽ ഉപയോഗിക്കില്ലേ. അപ്പോൾ ഈ കെ ഭീത്തർ, കെ ഉപ്പർ, കെ നീച്ചെ ഒക്കെയാണ് സംബദ്ധ്, അതായത് വിഭക്തിയോं के आगे आते हैं. വിഭക്തിക്ക് ശേഷമാണ് ആ ശബ്ദം വരുന്നത്. അപ്പോൾ അപ്രകാരമുള്ള ശബ്ദത്തെയാണ് സംബന്ധബോധക അവ്യയം എന്ന് പറയുന്നത്. അടുത്തത് അനുബദ്ധ്, രണ്ടാമത്തെ ഭേദമായ അനുബദ്ധ്. जो संबंधबोधक अव्यय संज्ञा के बाद विभक्ति रहित रूप में प्रयुक्त होते हैं वे अनुबद्ध संबंधबोधक अव्यय कहलाते हैं. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വിഭക്തി ഉണ്ടാകില്ല. വിഭക്തി ഇല്ലാതെയാണ് ഈ അവ്യയം വരുന്നത്. ഉദാഹരണം बच्चों समेत. इसमें बच्चों के साथ संबंध कारक की के विभक्ति नहीं है, पर बच्चों शब्द में कारक के कारण രൂപാന്തർ हुआ है. ഇവിടെ കുട്ടികൾ സമേതം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അവിടെ വിഭക്തി ചിഹ്നം ഇല്ല. പക്ഷേ വിഭക്തി കാരണം കെ എന്ന് പറയുന്ന വിഭക്തി കാരണം ബച്ച എന്ന് പറയുന്ന ശബ്ദത്തിൽ മാറ്റം വന്നിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ ബച്ചോ എന്നായത് കെ എന്ന് പറയുന്ന വിഭക്തി കൂടി ചേർന്നിട്ടാണ്. പക്ഷെ അത് സൈലൻ്റാണ് അവിടെ. അതുകൊണ്ടാണ് അവിടെ ബച്ചവും സമ്മത്, അവിടെ കെ എന്ന് പറയുന്ന വിഭക്തിയുടെ ആവശ്യമില്ല. പക്ഷേ കെ സൈലൻ്റാണ്. അത് ഓൾറെഡി ബച്ചോ എന്നായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ബച്ച പ്ലസ് കെ ബച്ചോ അല്ലേ എന്നായിട്ട് മാറിയതിന് ശേഷമാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ വിഭക്തിയുടെ ആവശ്യമില്ല. അങ്ങനെ വിഭക്തി ഇല്ലാതെ വരുന്ന ഈ ശബ്ദത്തെയാണ്, അല്ലെങ്കിൽ ഈ അവ്യയനെയാണ് അനുബദ്ധ സംബന്ധ ബോധകം എന്ന് പറയുന്നത്. ഇസി പ്രകാർ മിത്രോं സഹിത്, കിനാരെ തക് ആദി മറ്റുദാഹരണങ്ങളാണ്. മിത്രോं സഹിത് അതിനകത്തും ഒരു വിഭക്തി ചിഹ്നവും ഇല്ല. കിനാരെ തക് അതിനകത്തും ഒരു വിഭക്തി ചിഹ്നവും ഉപയോഗിച്ചിട്ടില്ല. कुछ संबंध बोधक ऐसे भी है जो विभक्ति सहित और विभक्ति रहित दोनों रूपों में प्रयुक्त होते हैं. ചില സംബന്ധ ബോധക ഇപ്രകാരം ഉണ്ട്. വിഭക്തിയോട് കൂടി വരുന്നതും വിഭക്തി ഇല്ലാതെ വരുന്നതും. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. താർ ദ്വാര സമാചാർ ദേ. ഈ താർ എന്ന് പറഞ്ഞാൽ ടെലിഗ്രാമാണ്. ടെലിഗ്രാം വഴി ന്യൂസ് കൊടുക്കൂ. അത് വിഭക്തി രഹിതമാണ്, അതായത് വിഭക്തി ഇല്ല. താർക്കെ ദ്വാര സമാചാർ ദേ, ടെലിഗ്രാം വഴി ന്യൂസ് കൊടുക്കൂ അല്ലെങ്കിൽ തന്നാലും. അവിടെ വിഭക്തിയുണ്ട്, പക്ഷേ രണ്ടിൻ്റെ മീനിങ് സെയിം ആണ്. വിഭക്തി ഉള്ളതും ഉണ്ട്, വിഭക്തി ഇല്ലാതെയും ഉണ്ട്. അപ്പോൾ അപ്രകാരം ഉള്ള അവ്യയ അല്ലെങ്കിൽ സംബന്ധ ബോധകമാണ് अनुबद्ध संबंध बोधक. उर्दू के प्रभाव से संबंध बोधक अव्यय का प्रयोग संज्ञा के पूर्व भी होने लगा है. ഉറുദുവിൻ്റെ സ്വാധീനം കാരണം, ഹിന്ദി ഭാഷയിൽ ഉറുദുവിൻ്റെ സ്വാധീനം കാരണം സംബന്ധബോധ അവ്യയ का प्रयोग संज्ञा के पूर्व भी होने लगा. നൗണിന് മുമ്പും വരാൻ തുടങ്ങി. അതായത് ഉറുദുവിൻ്റെ സ്വാധീനം കാരണം
നൗണിന് മുമ്പും ഇത് വരാൻ തുടങ്ങി. അതിനുദാഹരണമാണ് മാരെ ദുഃഖിക്കെ വേറോപ്പട, അടിച്ച ദുഃഖത്താൽ അവൻ അല്ലെങ്കിൽ അവൾ കരിഞ്ഞു, അല്ലേ, കരഞ്ഞു. അപ്പോൾ ഇവിടെ നൗണിന് മുന്നേ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, സംബന്ധ ബോധക. അതുപോലെ ബിനാ കാരൺ കെ വ മുझे മാർനെ ലഗ, ഒരു കാരണവുമില്ലാതെ അവൻ അല്ലെങ്കിൽ അവൾ എന്നെ അടിക്കാൻ തുടങ്ങി. ഇതിനകത്തും സംബന്ധ ബോധക അവ്യയ का प्रयोग संज्ञा के पूर्व हुआ है. അടുത്തത് രൂപ് के अनुसार സംബന്ധ ബോധക के भेद. രൂപത്തെ അടിസ്ഥാനപ്പെടുത്തി സംബന്ധ ബോധകനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, മൂല് അതുപോലെ യൗകിക്. ക്രിയാവിശേഷണിലും ഇതേ ഭേദങ്ങളുണ്ട്, മൂലും യൗകികും. നിങ്ങൾ മാറിപ്പോവാതെ സൂക്ഷിക്കുക. അപ്പോൾ എന്താണ് മൂൽ അതുപോലെ യൗകിക് നോക്കാം. മൂൽ जो वे स्वतंत्र रूप से संबंध बोधक होते हैं, अर्थात जो किसी अन्य शब्द भेद या शब्दांश आदि से नहीं बनते, उन्हें मूल संबंध बोधक कहते हैं. ഇത് അടിസ്ഥാനപരമായിട്ട് വരുന്ന ഒന്നാണ് മൂൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്നാണ് അർത്ഥം. അതായത് ഇത് സ്വതന്ത്ര രൂപത്തിലാണ് വരുന്നത്, മറ്റ് ശബ്ദങ്ങളുമായിട്ട് കൂടിച്ചേരുന്നില്ല, മറ്റ് ശബ്ദങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് വരുന്നതല്ല. അപ്രകാരമുള്ള ശബ്ദത്തെയാണ് മൂല് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് തക്ക്, കേബിന, ഭർ, കിയോർ, ഇതൊന്നും വേറെ ശബ്ദങ്ങളുമായിട്ട് കൂടിച്ചേർന്നിട്ടുണ്ടായതല്ല. അപ്പോൾ അപ്രകാരമുള്ള സംബന്ധ ബോധകാണ് മൂൽ സംബന്ധ ബോധക. അടുത്ത യൗകിക്. जो संबंध बोधक दूसरे शब्द भेदों से बनते हैं, यौगिक संबंध बोधक कहलाते हैं. മറ്റ് ശബ്ദങ്ങളുമായിട്ട് കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് യൗകിക് സംബന്ധ ബോധക. ഉദാഹരണമായിട്ട് സജ്ഞാസെ, വിശേഷൺസെ, ക്രിയാവിശേഷൺസെ, ക്രിയാസെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണം. ആദ്യമായിട്ട് നൗൺ, അതായത് സജ്ഞാസെ. കെ നാം, ഇവിടെ കെ നാം എന്ന് പറയുന്ന ശബ്ദം വെച്ചിട്ട് നമുക്കൊരു വാക്യം പറഞ്ഞു നോക്കാം. അതായത് ബേട്ടി കെ നാം കീർത്തി മിലേഗി, അല്ലേ, അങ്ങനെ നമുക്കൊരു വാക്യം ഉണ്ടാക്കാം. അതുപോലെ തന്നെ വിശേഷൺ, വിശേഷൺ ശബ്ദസെ കെ സമാൻ, ഗാന്ധിജി കെ സമാൻ സത്യവാദി ബനോ, അല്ലേ, അങ്ങനൊരു വാക്യം നമുക്കുണ്ടാക്കാം. അതായത് മറ്റ് ശബ്ദങ്ങളുമായിട്ടാണ് ഇതിവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിയാവിശേഷൺസെ കെ തും ഘർ കെ ബാഹർ ജാവോ, അല്ലേ, കെ ബാഹർ അവിടെ ഉണ്ട്, കെ ഭീത്തർ ഉണ്ട്, കെ പാസ് ഉണ്ട്. തും ഘർ കെ ബാഹർ ജാവോ, രണ്ട് ശബ്ദങ്ങളുമായിട്ട് കൂടി ചേർന്നിട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ക്രിയാസ് ഖേലിയെ, ആപ്കി മുക്തി ഖേലിയെ മേ പ്രയത്ന കറുങ്ക, അല്ലേ, അങ്ങനൊരു വാക്യം നമുക്കുണ്ടാക്കാം. അപ്പോൾ യൗകികം എന്ന് പറഞ്ഞാൽ മറ്റ് ശബ്ദങ്ങളുമായിട്ട് കൂടി ചേർന്നതും, മൂലെന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ടും വരുന്നതാണ്. അപ്പോൾ മൂൽ ശബ്ദത്തിന് നമുക്കൊരു ഉദാഹരണം, ഒരു വാക്യം നമുക്ക് പറഞ്ഞു നോക്കാം. ആകെ കി ഓർ മത് ജാവോ, അല്ലേ, അതുപോലെ പരിശ്രम के बिना कुछ नहीं मिलता, बाज़ार से स्टेशन तक 2 मील दूर है, वह रात भर सोता रहा. അപ്പോൾ ഇതിനകത്ത് കി ഓർ, കെ ബിന, തക്ക്, ഭർ ആണ് മൂല ശബ്ദങ്ങൾ, സ്വതന്ത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിച്ചതൊന്ന് റിവൈൻഡ് ചെയ്യാം. അതായത് നമ്മൾ പഠിച്ചത് സംബന്ധ ബോധകമാണ്. അതിനെ ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻ എന്ന് പറയും. അവികാരി ശബ്ദമാണ്. നൗണിനും പ്രൊനൗണിനും ശേഷം വാക്യത്തിലെ മറ്റ് ശബ്ദങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഉദാഹരണം നമ്മൾ പഠിച്ചു. പ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തി സംബന്ധ ബോധക രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, സംബദ്ധും അനുബദ്ധും. സംബദ്ധം എന്ന് പറഞ്ഞാൽ വിഭക്തിയോं के आगे आते हैं,
അതിനെയാണ് സംബന്ധം എന്ന് പറയുന്നത്. അനുബന്ധം എന്ന് പറഞ്ഞാൽ നൗണിന് ശേഷം വിഭക്തി ഇല്ലാതെ വരുന്നതാണ് അനുബന്ധ്. വിഭക്തി ചിഹ്നങ്ങളില്ല, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിഭക്തി ഇല്ലാത്ത അതുകൊണ്ട് വിഭക്തിയോട് കൂടി വരുന്നതുമുണ്ട്. അടുത്തത് രൂപത്തെ അടിസ്ഥാനപ്പെടുത്തി സംബന്ധ പൊതുവിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, മൂലം യൗകികം. മൂലം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് വരുന്നത്, മറ്റ് ശബ്ദങ്ങളുമായിട്ട് കൂടിച്ചേരാതെയാണിത് വരുന്നത്. യൗകികം എന്ന് പറഞ്ഞാൽ മറ്റ് ശബ്ദങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.